ഹലോ എം സി സ്കോഡ്. ചെറുപ്പത്തിൽ ഞാനൊക്കെ ഡിസ്കവറി ചാനലിൽ മാൻ വേഴ്സസ് വൈൽഡ് ഷോ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. ലോകം മുഴുവൻ ആരാധകരുള്ള ഈ ഷോയിൽ ഇതിലെ നായകൻ ബെയർ ഗ്രിൽസിന്റെയും വലിയൊരു ഫാനായിരുന്നു ഞാൻ. ചിലപ്പോൾ ആ മാൻ വേഴ്സസ് വൈൽഡ് ഷോ കണ്ടതുകൊണ്ടാകാം നിങ്ങളും ഈ വീഡിയോ കാണുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് ഈ വീഡിയോ. അദ്ദേഹത്തിന്റെ ഈ കഥ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം സാധാരണ മനുഷ്യൻ ചെയ്യാൻ പേടിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു കാണിക്കുന്ന ഇദ്ദേഹത്തോട് ഒരു കാലത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് നിങ്ങൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നായിരുന്നു. അന്നത്തെ മെഡിക്കൽ സയൻസിന്റെ വിധിയെ വകവയ്ക്കാതെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ജീവിതം. നമ്മുടെ എല്ലാം മനസ്സിന്റെ ശക്തി അത് എത്രത്തോളം വലുതാണെന്ന് ബെയർ ഗ്രിൽസിന്റെ ജീവിതം നിങ്ങൾക്ക് പറഞ്ഞു തരും. കഥ തുടങ്ങും മുന്നേ എന്നെ പോലെ ബെയർ ഗ്രിൽസിനെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതുപോലെ മാൻ വേഴ്സസ് വൈൽഡ് ഷോ നിങ്ങൾ എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കണ്ടതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. 2012 ഈ ഡിസ്കവറി ചാനൽ മാൻ വേഴ്സസ് വൈൽഡ് ഷോയുടെ സംപ്രേഷണം പൂർത്തിയാക്കിയിരുന്നു എങ്കിലും 2014 മുതൽ നാഷണൽ ജോഗ്രഫി ചാനലിൽ റണ്ണിംഗ് വിത്ത് ദ ബെയർ ഗ്രിൽസ് എന്ന പുതിയ പരമ്പര ഇപ്പോഴും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബെയർ ഗ്രിൽസിനോടൊപ്പം ബാരക് ഒബാമയും അക്ഷയ് കുമാർ പോലുള്ള സെലിബ്രിറ്റികളെയും ഒക്കെ തന്നെ നമ്മൾ ഈ ഷോയിലൂടെ കണ്ടതാണ്. മാത്രമല്ല നെറ്റ്ഫ്ലിക്സിൽ യു വേഴ്സസ് വൈൽഡ് എന്ന പരമ്പര ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുമായി സംപ്രേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി ബെയർ ഗ്രിൽസ്. അദ്ദേഹത്തിന്റെ പഴയ പല എപ്പിസോഡുകളും ഹോട്ട്സ്റ്റാർ പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇന്നും കാണാൻ ആളുണ്ട്. 1974 ലണ്ടനിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എഡ്വാർഡ് മൈക്കിൾ ഗ്രിൽ എന്നാണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ എയർഫോഴ്സ് ആയ SAS-ന്റെ 21ാമത്തെ റെജിമെന്റിൽ 3 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഹൈറ്റ്സ് എന്നാൽ വളരെ പേടിയാണ്. എയർഫോഴ്സിന്റെ സ്കൈ ഡൈവിംഗ് ട്രെയിനിങ് ഒക്കെ കാരണം ആ പേടി അങ്ങനെ പതിയെ ഇല്ലാതായി. പക്ഷേ 1996 ആഫ്രിക്കയിലെ സാംബിയ എന്ന സ്ഥലത്ത് സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം വിചാരിച്ചതുപോലെ പാരച്യൂട്ട് വർക്കായില്ല. ശരിയായ സമയത്ത് തന്നെ ഓപ്പൺ ആക്കിയിരുന്നെങ്കിലും ചില തകരാറുകൾ കാരണം മുഴുവനായി ഓപ്പൺ ആയില്ല. എക്സ്ട്രാവുള്ള പാരച്യൂട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം താഴെ വീണിരുന്നു. മുകളിൽ നിന്നുള്ള ആ വീഴ്ചയുടെ വേഗം വളരെ വലുതായിരുന്നു. മരങ്ങളുടെ ചില്ലകളിൽ തട്ടി അദ്ദേഹം താഴെ വീണു. അദ്ദേഹത്തിന്റെ ആ നിലവിളി ശബ്ദം ആ ആഫ്രിക്കൻ കാട് മുഴുവൻ അറിഞ്ഞു. അവിടെ വെച്ച് തന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. കുറച്ചു കഴിഞ്ഞ് മെഡിക്കൽ എമർജൻസി ടീം എത്തി. അദ്ദേഹത്തെ ആഫ്രിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നട്ടലിൽ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമായിരുന്നു കുറച്ചെങ്കിലും കരച്ചിൽ നിർത്തിയത്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഷോക്കിംഗ്. സ്പൈനൽ കോഡിലെ T8, T10, T12 എന്നീ ഭാഗങ്ങൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റു. അതുകൊണ്ട് നിലവിലെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഇദ്ദേഹം ഇനി ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് വെറും 21 വയസ്സാണ്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം, അഡ്വഞ്ചറസ് ആയ പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. താൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ഡിപ്രഷനിലേക്കായിരുന്നു പോയിരുന്നത്. ദിവസങ്ങളോളം ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുന്നത് അദ്ദേഹത്തെ മാനസികമായി തളർത്തി. രാത്രിയിലെ അദ്ദേഹത്തിന്റെ പല സ്വപ്നങ്ങളും ആ ഹൈറ്റിൽ നിന്നുള്ള വീഴ്ചയെ കുറിച്ചിട്ടായിരുന്നു. ജീവിതത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയാണ് ആ 2 മാസം അദ്ദേഹം അനുഭവിച്ചത്. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് കാര്യമായ ഇംപ്രൂവ്മെന്റ് ഒന്നും തന്നെ അദ്ദേഹത്തിന് തോന്നിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു ചിത്രമായിരുന്നു. ആ ഹോസ്പിറ്റൽ ചുമരിൽ സ്ഥാപിച്ചിരുന്ന മൗണ്ട് എവറസ്റ്റിന്റെ ചിത്രം. ചെറുപ്പത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും മൗണ്ട് എവറസ്റ്റ് കയറണം എന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഒന്ന് എഴുന്നേറ്റ് ആ പൊടി പിടിച്ചു കിടക്കുന്ന ഫോട്ടോ ഫ്രെയിം ഒന്ന് തുടയ്ക്കണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. പക്ഷെ ഒരടി പോലും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. തന്റെ ജീവിതവും ഇതുപോലെ പൊടി പിടിച്ചു പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഈ ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം അന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പതിയെ അദ്ദേഹത്തിന്റെ ബോഡി റിക്കവറി സ്പീഡപ്പ് ആകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അന്ന് രാത്രി സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ അമ്മൂമ്മ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ലോകത്ത് നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ്.
നമ്മൾ മനുഷ്യന്മാരാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് തെറ്റായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ കാര്യങ്ങൾ ഓർമ്മ വരണം. നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ആഗ്രഹത്തോടെയാണ് നടക്കുന്നത്. ആ ദൈവം മോശമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന്. ഇതെല്ലാം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് വളരാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബോഡിയുടെ റിക്കവറി പ്രോസസ്സിനെ വളരെയധികം ഗുണം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ എക്സ്റേ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോൺസ് റീജോയിൻ ആകുന്നത് കാണാൻ സാധിച്ചു. ലൈഫിന്റെ ഈ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. എന്നാലും നമ്മൾ ഇനിയും മരിക്കാത്തിടത്തോളം കാലം ഭാവി ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. താൻ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം എവറസ്റ്റ് കീഴടക്കുമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ട് തന്നെ ബയോളജിക്കലി ഇത് അദ്ദേഹത്തിന്റെ ബോഡി റിക്കവറിയെ ഹെൽപ്പ് ചെയ്തു. നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിരുന്നാൽ, പോസിറ്റീവ് ആയിരുന്നാൽ നമ്മുടെ ബോഡിയുടെ പ്രശ്നങ്ങളെ ബോഡി ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്ത് ശരിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 3-ാമത്തെ മാസം മുതൽ തന്റെ ബോഡിയിൽ ഇംപ്രൂവ്മെന്റ് കണ്ട അദ്ദേഹം 8-ാമത്തെ മാസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം പഴയതുപോലെയായി, പൂർണ്ണ ആരോഗ്യവാനായി, തിരികെ ആർമി ജോയിൻ ആയി. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിനാൽ SAS-ന്റെ സർവൈവൽ വിങ്ങിലായിരുന്നു അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയിരുന്നത്. അവിടെ നിന്നാൽ തനിക്ക് ഇനി കാര്യമായ വളർച്ച ഇല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ആർമി ജോലി ഉപേക്ഷിച്ച് തന്റെ എവറസ്റ്റ് കീഴടക്കണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി പുറപ്പെട്ടു. പക്ഷേ ഈ സ്വപ്നം നേടിയെടുക്കാൻ ഏകദേശം 25 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. എവറസ്റ്റ് കീഴടക്കാൻ പ്രത്യേകം പരിശീലനം നേടേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ഒരു തുക കണ്ടെത്താൻ അദ്ദേഹം 250-ലധികം കമ്പനികൾക്ക് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്തു. എല്ലാവരും റിജക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. നേരിട്ട് കമ്പനികളിൽ പോയി CEOസിനെ മീറ്റ് ചെയ്തു, എന്നിട്ടും ഫലം കണ്ടില്ല. അവസാനം ഒരു കമ്പനി ചെറിയൊരു തുക സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഇത് കണ്ട് മറ്റ് കുറച്ച് കമ്പനികൾ കൂടി മുന്നോട്ട് വന്നു. പിന്നീട് SSAFA എന്ന ആർമഡ് ഫോഴ്സസ് ചാരിറ്റി കൂടി മുന്നോട്ട് വന്നതിനെ തുടർന്ന് എവറസ്റ്റ് കീഴടക്കുക എന്ന സ്വപ്നം ഇദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. അങ്ങനെ 1998-ൽ എവറസ്റ്റ് കീഴടക്കുന്ന ബ്രിട്ടനിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡും ഇദ്ദേഹം സ്വന്തമാക്കി. എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേർ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ബ്രിട്ടനിലെ പല വലിയ വലിയ കോർപ്പറേറ്റുകളും അദ്ദേഹത്തെ ക്ഷണിച്ചു ഈ എവറസ്റ്റ് പര്യടനത്തിനെ കുറിച്ച് സെമിനാറുകൾ എടുക്കാൻ. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഡോക്യുമെന്ററികൾ വന്നു. പതിയെ പതിയെ അദ്ദേഹം ഫേമസ് ആവാൻ തുടങ്ങി. ഇതാണ് ഡിസ്കവറി ചാനലിലെ മാൻ വേഴ്സസ് വൈൽഡ് എന്ന ഷോയുടെ ആദ്യ പൈലറ്റ് എപ്പിസോഡ് എടുക്കാൻ അദ്ദേഹത്തിന് അവസരം നേടിക്കൊടുത്തത്. ആ ഷോ വിചാരിച്ചതിലും വലിയ ഹിറ്റായി മാറി. അങ്ങനെ ബിയർ ഗ്രിൽസ് ബ്രിട്ടനപ്പുറം ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. തനിക്ക് ആക്സിഡന്റ് പറ്റി 18-ാമത്തെ മാസമായിരുന്നു ബിയർ ഗ്രിൽസ് എവറസ്റ്റ് കീഴടക്കുന്നത്. ബിയർ ഗ്രിൽസിന്റെ ഈ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഡോക്ടർമാർ ഇദ്ദേഹം ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് വിധി എഴുതിയപ്പോൾ പോലും അദ്ദേഹത്തിനെ സഹായിച്ചത് ആ എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമാണ്. എവറസ്റ്റ് കീഴടക്കണം എന്ന അതിയായ ആഗ്രഹമാണ് അദ്ദേഹത്തിന് പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ സഹായിച്ചത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തന്റെ നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കിയത് ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം എന്ന ആഗ്രഹം കൊണ്ടായിരുന്നു. നമ്മുടെ മനസ്സ് ഒരു കാര്യത്തിനായി അതിയായി ആഗ്രഹിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുകയില്ല. പകരം നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയില്ല. പകരം ആ ഒരു കാര്യം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ മനസ്സ് മുഴുവൻ ആലോചിക്കുന്നത്. അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു. ബിയർ ഗ്രിൽസ് ജീവിതത്തിന്റെ മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ സാധാരണ ജീവിതത്തിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റം കണ്ടെത്താതെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. ബിയർ ഗ്രിൽസിന്റെ ഈ ഒരു സ്റ്റോറി പേഴ്സണലി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒന്നാണ്. നിങ്ങൾക്കും ഈ ഒരു കഥ ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.